മാതൃഭൂമി സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ എന്നെ ഇന്ന് ഞെട്ടിച്ചു. മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ് വാർത്ത കൊടുത്തുകൊണ്ടല്ല ഞെട്ടിച്ചത്, വാർത്ത കൊടുക്കാതെ മാതൃഭൂമി ഫ്രണ്ട് പേജ് ഞെട്ടിച്ചു എന്നുള്ളതാണ്. വെച്ചാൽ ഈ ഒരു പത്രം അതിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുക്കേണ്ട വാർത്തകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഈ ഒരു പത്രം വായിക്കുന്നത് എനിക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നറിയുന്നതാണല്ലോ അതിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. ആ ഫ്രണ്ട് പേജിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ, അതായത് രാജ്യത്തോ കേരളത്തിലോ സംഭവിച്ച ഒറ്റ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും ക്യാരി ചെയ്യാതെയാണ് മാതൃഭൂമി അതിൻ്റെ ഫ്രണ്ട് പേജിൽ നിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 വാക്കുകളാണ്: കുതിക്കും, പൊളിക്കും, കിതയ്ക്കും, പറക്കും. ഇങ്ങനെ 4 വാക്കും കണ്ടുപിടിക്കും. കുതിക്കും, പൊളിക്കും, കിതയ്ക്കും, പറക്കും. ഇങ്ങനെ 4 വാക്ക് കണ്ടുപിടിച്ചിട്ട് ആ 4 വാക്ക് എഴുതാൻ പാകത്തിൽ വാർത്തകൾ കണ്ടെത്തിയിട്ട് ആ വാർത്തകളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഈ വാർത്ത വായിക്കാനായിട്ട് രാവിലെ പത്രം തുറക്കുന്ന ആളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കാരണം വെച്ചാൽ ഒരു പത്രം അതിൻ്റെ വാർത്തയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പത്രത്തിൻ്റെ ഒരു നിലപാടുണ്ട്. ഏതൊക്കെ വാർത്തകളാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ട്. അതാണ് ആ പത്രധർമ്മം എന്ന് പറയുന്നത്. അവിടെ ഫ്രണ്ട് പേജിലൊരു തമാശ കാണിച്ച് കുറേ ഗ്രാഫിക്സ് ഡിസൈനും ഇട്ടിട്ട് ഈ കുതിക്കും, പൊളിക്കും, കിതയ്ക്കും, പറക്കും, ഇതൊക്കെ ഏതെങ്കിലും പത്രത്തിൻ്റെ ഒരു കോണിലിടാവുന്ന വാർത്തകളാണ്. ആ വാർത്തകൾ വെച്ചിട്ട് ഒരു ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ ഇപ്പോൾ ഈ പറയുന്ന മനോരമ, ഇപ്പം നികേഷ് സൂചിപ്പിച്ചല്ലോ, ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ആ വാർത്ത എന്ന് പറയുന്നത് ഫ്രണ്ട് പേജിലില്ല. അതുപോലെ തന്നെ മനോരമ കൊടുത്തിരിക്കുന്ന ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ മനോരമയായിട്ട് കമ്പയർ ചെയ്യുന്നത് 2 പത്രങ്ങൾ ഇന്നലെയും മാതൃഭൂമിയില്ല, ഫ്രണ്ട് പേജിലില്ല. പക്ഷേ അതെന്തോ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ കണ്ടെത്തി അത് ഫ്രണ്ട് പേജിൽ സെറ്റ് ചെയ്ത് വാർത്തയിലേക്ക് വായനക്കാരനെ കൊണ്ടുവരുന്നതിന് പകരം വായനക്കാരൻ്റെ വാർത്താബോധത്തെ ചോദ്യം ചെയ്തൊരു തരം കോമാളിത്തരം കാണിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഒരൊറ്റ പ്രധാനപ്പെട്ട വാർത്ത പോലും ആദ്യത്തെ പേജിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുതിക്കും തടസ്സമില്ലാതെ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കേരളത്തിലെ ഈ വരാൻ പോകുന്ന ദേശീയപാതയുണ്ടല്ലോ, അതിൽ സിഗ്നലില്ല, അതിൽ എത്ര അടിപ്പാതകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗ്രാഫിക്കലായിട്ട് കൊടുത്തിരിക്കുന്നു. പൊളിക്കും, അതായത് വെറൈറ്റിയാ. പൊളിക്കും എന്ന് പറയുന്നത് അർജന്റീന വരും എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ്. കിതയ്ക്കും എന്ന് പറയുന്നത് ഈ പറയുന്ന കേരളത്തിൻ്റെ ഈ ട്രെയിനിൻ്റെ വേഗത കുറയ്ക്കുന്നു എന്നുള്ളതാണ്. പറക്കും എന്ന് പറയുന്നത് ഈ ബാംഗ്ലൂരിൽ എന്തോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ബോയിങ്ങിൻ്റെ ഗവേഷണ കേന്ദ്രമാണ്. ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അകത്ത പേജുകളിൽ എവിടെയെങ്കിലുമൊക്കെ ബോക്സായിട്ട് കൊടുക്കാവുന്ന ചില വാർത്തകൾ വെച്ചിട്ട് ഒരു ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 4-5 വാർത്തകൾ ഈ ഫ്രണ്ട് പേജ് മിസ് ചെയ്തിരിക്കുന്നു. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ ഇറാനുമായിട്ടുള്ള പാകിസ്ഥാൻ്റെ സംഘം, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങൾ. അതുപോലെ തന്നെ ഇന്നലെ ഹൈക്കോടതി ഈ വാടാപോടാ വിളിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രസ്താവന, നിരീക്ഷണങ്ങൾ, അതെല്ലാം തന്നെ മിസ് ചെയ്യുന്നു. അതായത് വളരെ ക്ലട്ടേഡായ ഒരു ഫ്രണ്ട് പേജ് ഉണ്ടാക്കി ഇനിയിപ്പോൾ നാളെ പത്രം ടമാർ, പടാർ, മടാർ എന്ന് പറയുന്ന 3 വാക്കുകൾ കണ്ടെത്തി ആ രീതിയിൽ വേണമെങ്കിൽ ഇറങ്ങാം. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുണ്ട്, ചോദ്യങ്ങൾ ബാക്കി എന്ന് പറഞ്ഞിട്ട് അകത്ത് നൽകിയിട്ടുണ്ട്. കാര്യമായി ഒന്നും തന്നെ വായിക്കാനില്ലാത്ത വാർത്ത മിസ് ചെയ്യുന്നൊരു പത്രമാണ് ഇന്ന് മാതൃഭൂമി ഇറക്കിയിരിക്കുന്നത്. അത് മാതൃഭൂമി വായിക്കുന്ന വായനക്കാരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് ഈ പത്രത്തെ ഇന്ന് ഞാൻ വളരെ ഗൗരവത്തോടെ കാണുന്നില്ല.